നഗരസഭയ്ക്ക് ഇഷ്ടംപോലെ വാഹനങ്ങളുണ്ട്. നമുക്കറിയാം, ഒരാൾ പോകുമ്പോൾ ഒരു വാഹനം എടുത്ത് പോകുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടും ഇന്ധന ചെലവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നെറ്റ് സീറോയിലേക്ക് ആ ഒരു വലിയ ക്യാമ്പയിൻ പ്രവർത്തനം ഏറ്റെടുത്ത് 2-2.5 വർഷമായി നമ്മൾ വിപുലമായ രീതിയിലേക്ക് വൈവിധ്യങ്ങളായ ക്യാമ്പയിൻ പ്രവർത്തനങ്ങളുമായിട്ടാണ് പോകുന്നത്. ഞങ്ങൾ ഈ പദ്ധതിയോട് ആഭിമുഖ്യം പ്രകടിപ്പിച്ചുകൊണ്ട് വടകരയിലേക്ക് ഉള്ള ഒരു സഹകരണ സ്ഥാപനം, അതായത് നടക്കുതാഴ സർവീസ് സഹകരണ ബാങ്ക് വടകര നഗരസഭയ്ക്ക് സമ്മാനിച്ച 5 സൈക്കിൾ ഞങ്ങളുടെ സാക്ഷരതാ പ്രേരകന്മാരും അതുപോലെ തന്നെ ഫീൽഡിലേക്ക് പോകുന്ന BC-മാരും ഹെൽത്ത് വിഭാഗം ജീവനക്കാരും എല്ലാം തന്നെ ഈ സൈക്കിൾ ഉപയോഗിക്കുന്നു. ജനുവരി മുതൽ സൈക്കിൾ കിട്ടിയത് മുനിസിപ്പാലിറ്റിക്ക്. അപ്പോൾ ഞാൻ ഓടിക്കുന്ന കണ്ടപ്പോൾ ഓഫീസിൽ നിന്ന് എടുത്തു പോവാ. സൈക്കിളിലാണ് ഫീൽഡ് വർക്കാകുമ്പോൾ നികുതി നോട്ടീസ് കൊടുക്കുകയും തീരപ്രദേശങ്ങളിലാണ് ഞങ്ങളെ ഇത് നോട്ടീസ് കൊടുക്കാൻ വേണ്ടിയിട്ട് സൗകര്യപ്രദമായിട്ട് സൈക്കിൾ ഉപയോഗിച്ച് പോകാറുണ്ട്. സൈക്കിള് യാത്ര ശരീരത്തിന് നല്ലതാണെന്നുള്ളത് കൊണ്ടും പിന്നെ ഉപയോഗിക്കാം. പിന്നെ നമ്മളെ മൈൻഡിനനുസരിച്ച് കൊണ്ടുപോകാമല്ലോ. നമ്മളെപ്പോലെയുള്ള ആൾക്കാർ മുന്നോട്ടിറങ്ങുക എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ്. പ്രത്യേകിച്ച് ലേഡീസ് ഇതിൽ കുറവാണ് ഉപയോഗിക്കാൻ. അപ്പോൾ എനിക്കൊരു അഡ്വഞ്ചറായിട്ട് തോന്നിയതാണ്. ഇപ്പോൾ നമ്മൾ വാർഡിൽ പോയി വാർഡുമായി സംബന്ധമായ 1-2 കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ നമ്മുടെ പ്രവർത്തനം അവസാനിക്കാൻ പോകുന്നതാണല്ലോ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് വാർഡ് പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ സൈക്കിൾ എടുത്തിട്ടാണ് വാർഡിലേക്ക് പോയത്. അങ്ങനെ തിരിച്ചെത്തിയ വാഹനങ്ങളില്ലാത്ത ആളുകളുണ്ട്, കുറേ കൗൺസിലർമാരും ജീവനക്കാരൊക്കെ ഉണ്ട്. അവർക്കിപ്പോൾ ട്രഷറിയിലൊക്കെ പോകേണ്ടി വന്ന് അങ്ങനെ അത് താലൂക്ക് ഓഫീസിൽ പോകണം. ഈ ഒരു അവസരത്തിലൊക്കെ ചെറിയ ദൂരമാണ്, ടൗണിൽ നിന്ന് ചെറിയ ദൂരമാണ്. ഈ ട്രാഫിക് ജാമൊക്കെ ഉണ്ടാകുമ്പോൾ കൂടുതൽ ഉപകാരപ്രദമായ സൈക്കിളാണ്. അതുകൊണ്ട് സൈക്കിൾ എല്ലാവരും ഉപയോഗിക്കുന്നുണ്ട്. നഗരസഭയിലെ എല്ലാ കുടുംബശ്രീ അയൽക്കൂട്ടങ്ങളും ഹരിത അയൽക്കൂട്ടങ്ങളാക്കി മാറ്റിയിട്ടുണ്ട് ഇതിൻ്റെ ഭാഗമായിട്ട്. പിന്നെ പൊതു ഇടങ്ങളിലെല്ലാം തന്നെ പച്ചത്തുരുത്തുകൾ സൃഷ്ടിച്ചിട്ടുണ്ട്. ഞങ്ങളെ ഘടക സ്ഥാപനങ്ങളിലൊക്കെ തന്നെ പച്ചത്തുരുത്തുകൾ സൃഷ്ടിച്ചിട്ടുണ്ട്. ഘടക സ്ഥാപനങ്ങളിലെല്ലാം തന്നെ സോളാർ പാനൽ വെക്കാനുള്ള പദ്ധതി ഇവിടെ വെച്ചിരിക്കുകയും ചെയ്തിട്ടുണ്ട്. ചില ഘടക സ്ഥാപനങ്ങളിൽ അത് പൂർത്തീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഞങ്ങളെ ഈ പുതിയ ഓഫീസും ആ രീതിയിൽ തന്നെയാണ്. നെറ്റ് സീറോ കേരളത്തിൻ്റെ ഭാഗമായിട്ട്, ആ ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് ഈ ഓഫീസിൽ സോളാർ പാനൽ നമ്മൾ വെച്ചിട്ടുണ്ട്. ഇവിടുത്തെ ഫാനുകളെല്ലാം തന്നെ BLDC ഫാൻ എന്നുള്ള രീതിയിലേക്ക് ആ സംവിധാനത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. നഗരസഭേൻ്റെ എല്ലാ സ്ട്രീറ്റ് ലൈറ്റുകളും LED ബൾബുകളാക്കി മാറ്റിയിട്ടുണ്ട്. മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.